അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങളെ വീട്ടിൽ ഇതേപോലുള്ള നോർമൽ വാഷിംഗ് മെഷീനാണോ? അങ്ങനെയാണെങ്കിൽ വീഡിയോ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക, നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടും. നമ്മൾ തുണിയെല്ലാം അലക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ അടിയിൽ ചളി കിടക്കുന്നത് കാണാം. അപ്പോൾ നമ്മൾ ജസ്റ്റ് കുറച്ച് വെള്ളം ഒഴിച്ചങ്ങാണ്ട് അങ്ങനെ ക്ലീൻ ചെയ്താൽ അത് പോയെന്നാണ് നമ്മൾ ധാരണ. പക്ഷേ അത് അതിൻ്റെ ബേസ്മെൻറ്റിൽ പോയിട്ട് അടിഞ്ഞു കിടക്കും. ഒരു 3 മാസമൊക്കെ കൂടുമ്പോൾ നമ്മൾ ഈ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ കുറേയൊക്കെ ചളി നമുക്ക് ഒഴിവായി കിട്ടും. ഇത് സിമ്പിളായിട്ട് വീട്ടമ്മമാർക്ക് വരെ ചെയ്യാൻ പറ്റും കേട്ടോ. അതാണ് ഇതിൻ്റെ പ്രത്യേകത. നമ്മൾ വിചാരിച്ച് വലിയ എന്തൊരു പണിയാണെന്ന് കരുതിയിട്ട് ആരും ഇത് ചെയ്യാൻ നിൽക്കാറില്ല. ഈ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ മോട്ടറൊക്കെ അതിൻ്റെ റണ്ണിങ്ങൊക്കെ ഒന്നും കൂടി സ്മൂത്താവും. പിന്നെ കറണ്ടൊക്കെ ഓഫാക്കിയതിന് ശേഷം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് മോട്ടർ അതിന് ഡയറക്റ്റ് അതിൽ ടച്ച് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും രീതിയിൽ ഷോർട്ടൊക്കെ ഉള്ള വാഷിംഗ് മെഷീൻ ആണെന്നുണ്ടെങ്കിൽ അപകട സാധ്യത ഉണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാനാണ് പറഞ്ഞത്. ഇത് ഞാൻ 2 വർഷമായിട്ട് ഉപയോഗിക്കുന്ന വാഷിംഗ് മെഷീനാണ്. എനിക്കൊരു ഫാമിലി തന്ന, ഞാൻ കല്ല് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഉപയോഗിച്ചാണ്. എനിക്ക് വേറൊരു വാഷിംഗ് മെഷീൻ കിട്ടിയപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാമെന്ന് കരുതിയെടുത്തു.